എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് 3ാമത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങിയായിരുന്നില്ലേ. 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് നമ്മുടെ ലെഞ്ചയുടെ പാഠമൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ആ യൂണിറ്റിൽ നമുക്കൊരു ചെറിയൊരു പൊയം കൂടി ഉണ്ട്, ഒരു ചെറിയൊരു കവിത കൂടി പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഒന്ന് നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 50. അപ്പോൾ 50ാമത്തെ പേജിൽ ചെറിയൊരു പോയം, ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയൊന്നുമല്ല, എങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. ഐ റോട്ടെന്ന് വെച്ചാൽ എന്തുമായിരിക്കും? WROTE, റോട്ടെന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ എഴുതി അല്ലേ. അപ്പോൾ റൈറ്റിൻ്റെ പാസ്റ്റാണ് റോട്ട്, WROTE, റോട്ട് എഴുതി. റൈറ്റ് എന്ന് വെച്ചാൽ എഴുതുക, റോട്ടെന്ന് വെച്ചാൽ എഴുതി. അപ്പോൾ ഐ റോട്ട്, ഞാൻ എഴുതി, മൈസെൽഫ് എ ലെറ്റർ. ഐ റോട്ട് എ ലെറ്റർ എന്ന് വെച്ചാൽ ഞാൻ ഒരു ലെറ്റർ എഴുതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ ഒരു പദവും കൂടെ ഉണ്ടല്ലേ, ഒരു ഒറ്റ വേർഡും കൂടെ കയറി വന്നിട്ടുണ്ട്. എന്താണ്? മൈസെൽഫ്. ഐ റോട്ട് എ ലെറ്റർ എന്ന് വെച്ചാൽ ഞാനൊരു ലെറ്റർ എഴുതി. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ എന്ന് വെച്ചാൽ മൈസെൽഫ്, ഞാൻ എനിക്ക് തന്നെ ഒരു ലെറ്റർ എഴുതി, ഒരു കത്തെഴുതി. അപ്പോൾ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? നമ്മുടെ ആ കവിതയുടെ പേരെന്തുവാണ്? ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി, അപ്പോൾ സ്വന്തമായിട്ട് ആരോ അയാൾക്ക് തന്നെ ഒരു കത്തെഴുതുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. അപ്പോൾ പോയം, ആ കവിതയുടെ ആദ്യ വരികൾ തുടങ്ങുന്നതും അതേ ലൈൻ ഉപയോഗിച്ച് തന്നെയാണ്. നമ്മുടെ കവിതയുടെ അതേ പേര് തന്നെയാണ് ഫസ്റ്റ് ലൈനും. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തന്നെ ഒരു കത്തെഴുതി. ഐ മെയിൽഡ് ഇറ്റ് റൈറ്റ് അവേ. എന്നിട്ട് എന്ത് ചെയ്തു? ഐ മെയിൽഡ് ഇറ്റ് റൈറ്റ് അവേ. ഞാൻ അത് മെയിൽ ചെയ്തു, ഞാനത് പോസ്റ്റ് ചെയ്തു. ഞാൻ ലെറ്റർ എഴുതിയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു, ഞാൻ തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. ഐ മെയിൽഡ് ഇറ്റ് റൈറ്റ് അവേ. ഞാൻ തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. ആൻഡ് ഷുവർ ഇനഫ് ദ കാരിയർ ഡെലിവേർഡ് ടുഡേ. അപ്പോൾ എന്താണ് നടന്നത്? ആൻഡ് ഷുവർ ഇനഫ്, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് നടക്കും? ദ കാരിയർ, നമ്മുടെ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ഡെലിവേർഡ് ടുഡേ, ആ കത്ത് ഇന്ന് എനിക്ക് കൊണ്ട് തന്നു അല്ലേ. നമ്മളൊരു ലെറ്റർ എഴുതി കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? ആ ലെറ്റർ നമുക്ക് തന്നെ തിരിച്ചു വരത്തില്ലേ? നമ്മൾ അഡ്രസ്സിലാണ് എഴുതിയേക്കുന്നതെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചു വരും. ആരെങ്കിലും ഒരു ലെറ്റർ എഴുതി കൊണ്ടിട്ടാൽ ഏതിലാണോ ആ അഡ്രസ്സ് വെച്ചേക്കുന്നത് ആ അഡ്രസ്സിൽ തന്നെ തിരിച്ച് ലെറ്റർ കൊണ്ട് കൊടുക്കത്തില്ലേ? നമ്മളിപ്പോൾ വേറൊരാൾക്കൊരു ലെറ്റർ എഴുതിയെങ്കിൽ നമ്മൾ അയാളുടെ അഡ്രസ്സ് വെച്ച് എഴുതും. ടു എന്നും പറഞ്ഞിട്ട് ആർക്കാണ് ലെറ്റർ അയക്കുന്നത് എന്നുള്ള അഡ്രസ്സ് അവിടെ എഴുതും. അപ്പോൾ പോസ്റ്റ്മാൻ ഇത് നോക്കിയിട്ട് ആ അഡ്രസ്സിൽ കൊണ്ടുപോയി ലെറ്റർ കൊടുക്കും, അല്ലേ നടക്കുന്ന. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ അഡ്രസ്സ് എഴുതിയിട്ട് ഒരു ലെറ്റർ ഇട്ടാലോ? നമുക്ക് സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ലെറ്റർ എഴുതിയിട്ട് നമ്മുടെ സ്വന്തം അഡ്രസ്സ് എഴുതി വെച്ച്, 2 എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം അഡ്രസ്സ് എഴുതി വെച്ചിട്ട് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. ലെറ്റർ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോസ്റ്റ്മാൻ വായിച്ച് നോക്കുമ്പോൾ ടു അഡ്രസ്സ് കിടക്കുന്നത് നമ്മളെയാണ്, നമ്മുടെ സ്വന്തം അഡ്രസ്സാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയാൽ നമുക്ക് തന്നെ കത്ത് തിരിച്ചു വരും അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്ത് ചെയ്തു? ദ കാരിയർ ഡെലിവേർഡ് ടുഡേ. നമ്മുടെ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ഇന്ന് അത് ഡെലിവർ ചെയ്തു എന്ന് വെച്ചാൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 4 വരി ഭയങ്കര സിമ്പിളാണ്. ആകെ 12 വരികളേ ഉള്ളൂ നമ്മുടെ കവിതയിൽ. അപ്പോൾ ആദ്യത്തെ 4 വരി എന്താണ് പറഞ്ഞേക്കുന്നത്? ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ, ഐ മെയിൽഡ് ഇറ്റ് റൈറ്റ് അവേ, ആൻഡ് ഷുവർ ഇനഫ് ദ കാരിയർ ഡെലിവേർഡ് ഇറ്റ് ടുഡേ. അപ്പോൾ എന്താണ്? ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ തീർച്ചയായിട്ടും എന്താണ് നടന്നത്? ദ കാരിയർ എന്ന് വിളിക്കുന്നത് ഇവിടെ ആരെയാണ്? നമ്മുടെ പോസ്റ്റ്മാനാണ് കേട്ടോ. അപ്പോൾ അത് പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? പോസ്റ്റ്മാൻ ഡെലിവേർഡ് ഇറ്റ് ടുഡേ, ആ ലെറ്റർ എനിക്ക് തന്നെ ഇന്ന് കൊണ്ട് തരുകയും ചെയ്തു. അപ്പോൾ ബാക്കി നോക്കാം. I couldn't wait to get it. I nearly had to shout. I quickly tore the envelope and pulled the letter out. അപ്പോൾ എന്താണ് നടന്നത്? I couldn't wait to get it. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല,
കാത്തിരിക്കാൻ പറ്റിയില്ല. എന്തിനാണെന്തോ, സ്വന്തമായിട്ട് എഴുതിയ ലെറ്ററാണ് അല്ലേ, അയാൾ തന്നെ അയാൾക്ക് എഴുതിയ ലെറ്ററാണ്. എന്നിട്ടും അയാൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഇതിനായിട്ട്, ഈ ലെറ്റർ കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഐ കുഡിൻറ്റ് വെയിറ്റ് ടു ഗെറ്റ് ഇറ്റ്. അതിൻ്റെ കൈ കിട്ടാനായിട്ട് എനിക്കിങ്ങനെ ഇത്രയും ആകാംക്ഷ വേറെ ഒന്നിലും വന്നിട്ടില്ല, അത്രയ്ക്ക് കാത്തിരിക്കുമായിരുന്നു. ഐ നിയർലി ഹാഡ് ടു ഷൗട്ട്. ആ ലെറ്റർ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഷൗട്ട് ചെയ്യണമെന്ന് തോന്നി. ഷൗട്ട് ചെയ്യണം, എനിക്ക് ഉച്ചത്തിൽ വിളിച്ച് കൂവണമെന്ന് തോന്നി കേട്ടാ. അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് ആ ലെറ്റർ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഉച്ചത്തിൽ വിളിച്ച് കൂവണമെന്ന് തോന്നി, അത്രയ്ക്ക് സന്തോഷമായി. ഐ ക്വിക്ക്ലി ടോർ ദ എൻവലപ്പ്. ഐ ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ടോർ ചെയ്യാന്ന് വെച്ചാൽ കീറുക, വലിച്ച് കീറി. ദ എൻവലപ്പ്, കവറ്, ആ ലെറ്ററിൻ്റെ കവർ അപ്പോഴേ പൊട്ടിച്ചു അല്ലേ. ലെറ്റർ കിട്ടി, ആ ലെറ്റർ ഇങ്ങനെ കൈ കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ സന്തോഷം അടക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ആ ലെറ്റർ വലിച്ച് പൊട്ടിച്ചു വായിക്കാൻ വേണ്ടി. ആൻഡ് പുൾഡ് ദ ലെറ്റർ ഔട്ട്. എൻ്റെ എന്ത് ചെയ്തു, പുൾഡ് ദ ലെറ്റർ ഔട്ട്. ലെറ്റർ ആ കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ബാക്കി നോക്കാം. ഐ ആൻഷ്യസ്ലി അൺഫോൾഡഡ് ഇറ്റ്, ബട്ട് നൗ ഐ മസ്റ്റ് കൺസീഡ് ഐ ആം ക്ലൂലെസ് as to what it says. I haven't learned to read. I anxiously unfolded it. Anxiously, ഞാൻ അത്ര അധികം ആകാംക്ഷയോടെ അൺഫോൾഡഡ് ഇറ്റ്. അൺഫോൾഡ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, മടക്കുക. അപ്പോൾ അൺഫോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ തുറക്കുക, അതിൻ്റെ മടക്കുകൾ നിവർത്തി അല്ലേ. ഞാൻ മടക്കി വെച്ചിരുന്ന ലെറ്റർ പെട്ടെന്ന് തന്നെ നിവർത്തി. എന്തിന്, വായിക്കാനായിട്ട് പെട്ടെന്ന് നിവർത്തി. ബട്ട് നൗ ഐ മസ്റ്റ് കൺസീഡ്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു, ഐ ആം ക്ലൂലെസ് ആസ് ടു വാട്ട് ഇറ്റ് സേസ്. പക്ഷേ എന്ത് സംഭവിച്ചു, ഞാൻ ഇനി തോറ്റു കൊടുത്തേ മതിയാവൂ. എന്തുകൊണ്ട്, ഐ ആം ക്ലൂലെസ് ആസ് ടു വാട്ട് ഇറ്റ് സേസ്. അതെന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കത്തിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്തിട്ട് അല്ലേ. ആരാണ് ലെറ്റർ എഴുതിയത്? ഈ പറയുന്ന ആൾ തന്നെയല്ലേ ലെറ്റർ എഴുതിയത്. സ്വന്തമായിട്ടൊരു ലെറ്റർ എഴുതി, അത് സ്വന്തമായിട്ട് കൈ കിട്ടിയപ്പോൾ കത്ത് പൊട്ടിച്ച് നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് അതിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് അതിൽ പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്തുവാണ്, ഇതിലെ ലാസ്റ്റ് ലൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ്, ഐ ഹാവിൻറ്റ് ലേൺ ടു റീഡ്. എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ കവി എന്താണ് പറഞ്ഞേക്കുന്നത്, ലെറ്റർ എഴുതിയത് ആര്, നമ്മുടെ പോയറ്റ് അല്ലേ. ഈ കവിയാണ് ലെറ്റർ എഴുതിയത്. എന്നിട്ട് അയാൾ തന്നെ പറയുകയാണ്, അയാൾ എഴുതിയ ലെറ്റർ തന്നെ അയാളെ കൈ കിട്ടി, അയാൾ പൊട്ടിച്ച് വായിക്കുന്നു, പൊട്ടിച്ച് നോക്കി, പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്താണ്, വായിക്കാൻ അറിയത്തില്ല. അയാൾക്ക് എഴുതാനേ അറിയാവൂ, വായിക്കാൻ അറിയത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. മറ്റേ ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ, എനിക്ക് എഴുതാനല്ലേ അറിയാവൂ സാറേ, വായിക്കാൻ അറിയത്തില്ലല്ലോ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അയാൾക്ക് എഴുതാനേ അറിയാവൂ, കത്ത് വായിക്കാൻ അറിയത്തില്ല, ഒന്നും വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടാ. ഇതിപ്പോൾ വെറുതെ ഒരു ഹാസ്യപരമായിട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ കവിത. ഓക്കെ, ചെറിയൊരു കവിതയാണ്. അപ്പോൾ നമുക്കതിലെ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദിസ് പോയം? ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദിസ് പോയം? നമ്മുടെ ഈ കവിതയിലെ സ്പീക്കർ ആരാണ്? നമ്മുടെ ഈ കവിതയിൽ ആ കഥ പറയുന്നത് ആരാണ്? നമ്മുടെ പോയറ്റ് തന്നെയല്ലേ. അപ്പോൾ എന്താണ് ഉത്തരം? ദ പോയറ്റ്, നമ്മുടെ കവി തന്നെയാണ് ഇതിലെ സ്പീക്കർ. നമ്മുടെ ഈ കവിതയിൽ ഇത് പറയുന്ന ആൾ ആര് തന്നെയാണ്? നമ്മുടെ കവി തന്നെയാണ്, നമ്മുടെ പോയറ്റ് തന്നെയാണ് ഇവിടുത്തെ സ്പീക്കർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യൂഷ്വലി വൺ ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ ടു വൺ സെൽഫ്. വാട്ട് മെയ്ഡ് ദ പോയറ്റ് റൈറ്റ് എ ലെറ്റർ ടു ഹിംസെൽഫ്? അപ്പോൾ എന്താണ് ചോദ്യം? രണ്ടാമത്തെ ചോദ്യം, യൂഷ്വലി വൺ ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ ടു വൺ സെൽഫ്. സാധാരണയായിട്ട്, യൂഷ്വലി പതിവായിട്ട്, സാധാരണയായിട്ട് അങ്ങനെ ആരും സ്വന്തമായിട്ടൊരു ലെറ്റർ എഴുതാറില്ല അല്ലേ. തനിക്ക് തന്നെ ഒരു ലെറ്റർ ആരും എഴുതാറില്ല. വാട്ട് മെയ്ഡ് ദ പോയറ്റ് റൈറ്റ് എ ലെറ്റർ ടു ഹിംസെൽഫ്? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോയറ്റ്, നമ്മുടെ കവി സ്വന്തമായിട്ടൊരു ലെറ്റർ എഴുതിയത്? എന്തുകൊണ്ടായിരിക്കും ലെറ്റർ എഴുതിയത്? അയാൾ ചുമ്മാ ഒരു തമാശയ്ക്ക് ചെയ്തതാണല്ലേ, ഫോർ എ ഫൺ, ഒരു ഫണ്ണിന് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പോയറ്റ് ഇങ്ങനെ ചെയ്തത് അല്ലേ. വിച്ച് ലൈൻ ഇൻ ദ പോയം ഷോസ് ദാറ്റ് ദ പോയറ്റ് ഈസ് ഇംപേഷ്യൻറ്റ്
ടു റീഡ് ദ ലെറ്റർ. അപ്പോൾ ഈ കവിതയിൽ ഏത് ലൈനാണ്, ഏത് വരിയാണ് ദ പോയറ്റ് ഈസ് ഇംപേഷ്യൻറ്റ് ടു റീഡ് ദ ലെറ്റർ, ആ പോയറ്റിന് കത്ത് വായിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് ഏത് വരികളാണ്, ഏത് വരിയിലാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആ രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കിയാണ്. ആദ്യത്തെ 4 വരി കഴിഞ്ഞിട്ട് അടുത്ത 4 വരി, അതിൽ ആദ്യത്തെ വരി അല്ലേ, ഐ കുഡിൻ വെയിറ്റ് ടു ഗെറ്റ് ഇറ്റ്, എനിക്കത് കൈ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഞാൻ അത്രയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ആ വരികൾ. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതാണ് അല്ലേ. കവി അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്ന് കാണിക്കുന്ന വരികൾ അത് തന്നെയാണ്, വേറെ വരികളൊന്നുമില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കുഡ് നോട്ട് ദ പോയറ്റ് റീഡ് ഹിസ് ഓൺ ലെറ്റർ? പോയറ്റിന്, ആ കവിക്ക് സ്വന്തം ലെറ്റർ എന്തുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ടാണ് സ്വന്തം ലെറ്റർ വായിക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഹി ഹാഡിൻറ്റ് ലേൺ ടു റീഡ്, ഹി ഹാഡ് നോട്ട് ലേൺ ടു റീഡ് എന്നാണ് ഉത്തരം. അദ്ദേഹത്തിന് വായിക്കാൻ പഠിച്ചിട്ടില്ല അല്ലേ, വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടല്ലേ കത്ത് വായിക്കാൻ പറ്റാത്തത്. എഴുതാൻ മാത്രമേ അറിയാവൂ. കത്ത് എഴുതിയതാര്? നമ്മുടെ പോയറ്റ്. ഇപ്പോൾ വായിക്കാൻ അറിഞ്ഞൂടാത്ത ആർക്ക്? നമ്മുടെ പോയറ്റിന് അല്ലേ. സ്വന്തമായിട്ട് എഴുതിയ കാര്യം അയാൾക്ക് വായിക്കാൻ അറിയത്തില്ല, അതാണ് കാര്യം. അതുകൊണ്ടാണ് ആ കത്ത് വായിക്കാൻ പറ്റാത്തത്. ഓക്കെ, ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട കേട്ടോ ഈ കവിതയ്ക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചെറിയ 4 ക്വസ്റ്റ്യൻസേ അതിൽ കൊടുത്തിട്ടുള്ളൂ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക, ആ ക്വസ്റ്റ്യൻസിന് ഒന്ന് ആൻസർ എഴുതി നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.